കണ്ണൂർ പാനൂരിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന വ്യാപകമായി പരിശോധന നടത്താൻ പോലീസ് ADGP MR അജിത് കുമാറാണ് ജില്ലാ പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിയത്. മുൻപ് ബോംബ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പിടികൂടിയവരെയും നിരീക്ഷിക്കും. അതേസമയം സ്ഫോടനങ്ങൾ ആവർത്തിക്കുന്നത് പോലീസിന്റെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെടുമെന്നും വിമർശനം ഉയരുകയാണ്. വിവരങ്ങളുമായി ചന്തു ചന്ദ്രശേഖർ ഉണ്ട് നമ്മളോടൊപ്പം. ചന്തു, വിവരങ്ങൾ. അതിന് പാനൂരിലെ ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ആണ് ഇപ്പോൾ പ്രധാനമായും ADGP MR അജിത് കുമാർ DGP-മാർക്കും ജില്ലാ പോലീസ് മേധാവിമാർക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ നിർദ്ദേശത്തിൽ പറയുന്നത് ഇത്തരത്തിൽ ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോൾ പാലിക്കേണ്ട നടപടിക്രമങ്ങളെക്കുറിച്ചാണ്. മാത്രമല്ല സംസ്ഥാന വ്യാപകമായി ഇത്തരം ബോംബ് നിർമ്മാണവുമായൊക്കെ ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ കൂടി പരിശോധന വ്യാപിപ്പിക്കാനുള്ള നിർദ്ദേശവും ADGP നൽകിയിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനമായും MR അജിത് കുമാർ വ്യക്തമാക്കുന്നത് ബോംബ് സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസുകളുടെ അന്വേഷണത്തിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു പ്രോട്ടോകോൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കുന്നില്ല എന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരം പ്രോട്ടോകോൾ കൃത്യമായി പാലിക്കണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. മാത്രമല്ല ഇത്തരം പ്രോട്ടോകോൾ പാലിക്കാത്തത് പോലീസിന്റെ വീഴ്ചയായി കണക്കാക്കപ്പെടുന്നു എന്ന ഒരു വിമർശനം കൂടി ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം ജില്ലാ പോലീസ് മേധാവിമാർക്കും DIG ഉൾപ്പെടെ ഉള്ളവർക്കും ഇത്തരത്തിലൊരു നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ പാനൂർ മാത്രമല്ല അടിക്കടി സംസ്ഥാനത്തുണ്ടാകുന്ന സ്ഫോടനങ്ങളിൽ ഈ പ്രോട്ടോകോൾ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയതായാണ് പ്രധാനമായും MR അജിത് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് സംസ്ഥാന വ്യാപകമായി തന്നെ സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിന് സംസ്ഥാന പോലീസ് അംഗങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള പരിമിതികൾ ഉണ്ടെങ്കിൽ അത് NSG അല്ലെങ്കിൽ NIA പോലെയുള്ള ദേശീയ അന്വേഷണ ഏജൻസികളെ ഇക്കാര്യം അറിയിക്കുകയും അവരെ കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും വേണമെന്ന ഒരു നിർദ്ദേശം പ്രധാനമായും MR അജിത് കുമാർ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. കൂടാതെ ഈ ഓരോ സ്റ്റേഷൻ പരിധിയിലും ഇത്തരത്തിൽ സ്ഫോടനങ്ങൾ ഉണ്ടായാൽ അവിടുത്തെ SHOമാർ സ്വീകരിക്കേണ്ട നടപടികളുണ്ട്. ആ നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കണം. മാത്രമല്ല സ്ഫോടനം നടന്ന സ്ഥലത്തെ ജനജീവിതത്തെ ഏതെങ്കിലും തരത്തിൽ ഈ സ്ഫോടനം ബാധിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നൽകേണ്ട മാനസികമായ പിന്തുണ ഉൾപ്പെടെ പോലീസ് ഉറപ്പുവരുത്തണമെന്ന നിർദ്ദേശം കൂടി നൽകിയാണ് ഇപ്പോൾ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് MR അജിത് കുമാർ ജില്ലാ പോലീസ് മേധാവിമാർക്കും DIG-മാർക്കും നിർദ്ദേശം നൽകിയിരിക്കുന്നാലും ഇക്കാര്യത്തിൽ പോലീസിന് വീഴ്ച വന്നു അല്ലെങ്കിൽ ഈ സ്ഫോടനവുമായി ബന്ധപ്പെട്ട കേസുകൾ അന്വേഷിക്കുന്നതിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രോട്ടോകോൾ പാലിക്കുന്നില്ല എന്നൊരു വിമർശനം ശക്തമായി തന്നെ അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ പാനൂർ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഇന്റലിജൻസ് നൽകിയിട്ടുള്ള റിപ്പോർട്ട് അവഗണിച്ചു എന്ന ഒരു ആക്ഷേപം നിലനിൽക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്ത ആൾക്കാർ ഉൾപ്പെടെ അവരുടെ പേര് വിവരങ്ങൾ സഹിതം ഇന്റലിജൻസ് റിപ്പോർട്ട് നൽകിയിട്ടും അത് അവഗണിച്ചു എന്ന ഒരു ആക്ഷേപമാണ് നിലനിൽക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ക്രമസമാധാന ചുമതലയുള്ള ADGP MR അജിത് കുമാർ തന്നെ ജില്ലാ പോലീസ് മേധാവിമാർക്ക് കർശനമായ നിർദ്ദേശം. വ്യക്തമാണ്. ചന്തു ആണ് വിശദവിവരങ്ങൾ നൽകിയത്.